വെൽക്കം ടു ഓൾ ഇൻ വൺ ട്യൂട്ടോറിയൽ ചാനൽ. നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള സിലബസ് ക്ലാസ് 8 ഇംഗ്ലീഷ് മീഡിയം ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് ആണ്. ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കോൺസെപ്റ്റുകളും പ്രിസൈസ് നോട്ടായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് എസ്സസും ടെക്സ്ച്വൽ ആക്ടിവിറ്റീസിൻ്റെയും ആൻസേഴ്സ് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഫസ്റ്റ്ലി വി ഹാവ് ടു നോ വാട്ട് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ദ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി കാറ്റഗറി ചെയ്തിരിക്കുന്നു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഇവ എന്നുള്ളത് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ പറയാനുണ്ട്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂ കാണിക്കുന്ന ഒരു നമ്പറും അത് ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സിമ്പിൾസുമാണ് എഴുതാറുള്ളത്. ഫോർ എൻ എക്സാമ്പിൾ, മാസ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1 kg. ഇവിടെ 1 kg എന്ന് എഴുതിയിരിക്കുന്നതിൽ 1 എന്നുള്ളത് മാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓർ വാല്യൂ കാണിക്കുമ്പോൾ kg എന്നുള്ളത് മാസിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ലെങ്ത്ത് 2 മീറ്റർ, ടൈം 3 സെക്കൻഡ്, പ്രഷർ 120 പാസ്കൽ, ടെമ്പറേച്ചർ 33 കെൽവിൻ, ഏരിയ 4 മീറ്റർ സ്ക്വയർ, വോളിയം 5 മീറ്റർ ക്യൂബ്, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മറ്റ് എക്സാമ്പിൾസുകളാണ്. അടുത്തതായി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ദി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സോ വാട്ട് ഈസ് മെൻറ്റ് ബൈ ദീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ദേ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. നമുക്ക് ബേസിക് ആയിട്ട് മറ്റുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ദർ ആർ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദേ ആർ മാസ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ m, ലെങ്ത് ബൈ സ്മോൾ ലെറ്റർ l, time by T, temperature by capital letter T, electric current by capital letter I, amount of substance by small letter n and luminous intensity by capital letter L. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ഇവയൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം മാസ് ആയാലും ലെങ്ത് ആയാലും ടൈം ആയാലും ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യം വരുന്നില്ല. അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സെക്കൻഡ് കാറ്റഗറിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സോ വാട്ട് ഈസ് മെൻ ബൈ ദീസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏരിയ, വോളിയം, സ്പീഡ്, ആക്സിലറേഷൻ, ദീസ് ഓൾ ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിൽ തന്നെ ഏരിയ നോക്കുകയാണെങ്കിൽ ഫോർ എ റെക്റ്റാങ്കിൾ ഏരിയ ക്യാൻ ബി മെഷേർഡ് ബൈ മൾട്ടിപ്ലൈങ് ലെങ്ത് വിത്ത് ബ്രെഡ്ത്ത്. നമ്മൾ ഒരു റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അവിടെ ലെങ്ത് ആയിട്ടും ബ്രെഡ്ത്ത് ആയിട്ടും നമ്മൾ അളക്കുന്നത് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെയാണ്. അതിൻ്റെ മൾട്ടിപ്ലൈഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വോളിയത്തിൻ്റെ കേസിലാണെങ്കിൽ ഫോർ എ ക്യൂബ് വോളിയം ക്യാൻ ബി മെഷേർഡ് ബൈ മൾട്ടിപ്ലൈങ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് വിത്ത് ഹൈറ്റ്. ഇവിടെയും ലെങ്ത് എന്നും ബ്രെഡ്ത്ത് എന്നും ഹൈറ്റ് എന്നും പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്നത് ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഏരിയയും വോളിയം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മളിപ്പോൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റ് കൂടെ നമ്മൾ എഴുതി ചേർക്കണമെന്ന്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് യൂണിറ്റ്സ്. വാട്ട് ഈസ് മെൻ ബൈ ദീസ് യൂണിറ്റ്സ്? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആണ് to measure a physical quantity. In the past, different units were used for measuring the same physical quantity in each region. ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പണ്ട് കാലത്ത് പല മെഷർമെൻറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്
പല യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, യൂണിറ്റ്സ് ലൈക്ക് ഫൂട്ട്, ക്യൂബിറ്റ് ആൻഡ് ഹാൻഡ് സ്പാൻ വർ യൂസ്ഡ് ലോക്കലി ടു മെഷർ ലെങ്ത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന യൂണിറ്റുകളാണ് ഫൂട്ട്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഫോർ എ സെയിം ക്വാണ്ടിറ്റി ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്? ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും വേണ്ടി ഡിഫറെൻറ്റ് യൂണിറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ആൻസേഴ്സ്: ഫസ്റ്റ് വൺ, ലോ ആക്യുറസി. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്സ്. തേർഡ് വൺ, കോംപ്ലക്സിറ്റി ഇൻ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ലൈക്ക് വെഹിക്കിൾസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എക്സെട്ര. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ലോ ആക്യുറസിയാണ്, കൃത്യത കുറവിന് കാരണമാകുന്നു. സെക്കൻഡ് വൺ, ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്സ്. പല രാജ്യങ്ങളും ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ പല യൂണിറ്റുകളാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, പല യൂണിറ്റുകളാണ് എടുക്കുന്നത് ആണെങ്കിൽ അവിടെ മെഷർമെൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. ഇനി തേർഡ് വൺ, കോംപ്ലക്സിറ്റി ഇൻ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ലൈക്ക് വെഹിക്കിൾസ്, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ് എക്സെട്ര. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വെഹിക്കിൾ, കാറാണെങ്കിലും ബസ്സാണെങ്കിലും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പല പ്രൊഡക്ട്സുകളുടെയും മാനുഫാക്ചറിങ് നടക്കുന്നത്, അതിൻ്റെ പല പാർട്സുകളുടെയും മാനുഫാക്ചറിങ് നടക്കുന്നത് പല കൺട്രീസിൽ വെച്ചിട്ടാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കൺട്രീസൊക്കെ തന്നെ ഇതിന് മെഷർമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല യൂണിറ്റുകളാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടെക്നോളജീനെയും മാനുഫാക്ചറിങ് പ്രോസസ്സിനെയും കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നു. ഇനി ഈ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണലി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓർ SI യൂണിറ്റ്സ്. ദർ ആർ internationally accepted units for all physical quantities. They are called International System of Units or SI units. നമ്മൾ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് തന്നെ പല യൂണിറ്റ്സുകൾ ലോകത്തിൽ യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇൻ്റർനാഷണലി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓർ SI യൂണിറ്റ്സുകൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത്. മെഷർമെൻറ്റ് യൂസിങ് ദ SI യൂണിറ്റ്സ് ഓൾവേസ് ഹാസ് എ യൂണിവേഴ്സൽ റിസൾട്ട്. ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലെങ്ത്ത് ഏത് കൺട്രീസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ മീറ്ററിൽ പറയുമ്പോൾ അതിനൊരു യൂണിവേഴ്സൽ റിസൾട്ട് ഉണ്ടാവുകയാണ്. നമ്മുടെ മാസ് കിലോഗ്രാം യൂണിറ്റിൽ പറയുമ്പോൾ അതിനൊരു യൂണിവേഴ്സൽ റിസൾട്ടാണ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ SI യൂണിറ്റ്സും കൊടുത്തിരിക്കുന്നു. മാസ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ m ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് kilogram which is represented by kg, and the length is the physical quantity which is represented by small letter l and its unit is meter which is represented by small letter m, and the physical quantity time which is represented by small letter t and its SI unit is second and it is represented by small letter s. Area is a physical quantity which is represented by capital letter A and its SI unit is meter square, and the volume is a physical quantity and it is represented by capital V and its SI unit is meter cube. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സിമ്പിൾസ് ഉള്ളതുപോലെ തന്നെ യൂണിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാനും സിമ്പിൾസുകളുണ്ട്. സ്മോൾ ലെറ്റർ m എന്നുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കേസിലാണെങ്കിൽ അത് മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ SI യൂണിറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ കേസിൽ സ്മോൾ ലെറ്റർ m റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിനെയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ദേ ആർ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സ്, ദേ ആർ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്, യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. സോ SI യൂണിറ്റ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് യൂണിറ്റ്സ്. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സുകളാണ് SI യൂണിറ്റ്സുകൾ. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളെയും SI യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അടുത്തതായി ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും
SI യൂണിറ്റ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ m. അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ മില്ലിമീറ്റർ mm, സെൻറ്റിമീറ്റർ cm, കിലോമീറ്റർ km, മൈക്രോമീറ്റർ μm, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് AU, ലൈറ്റ് ഇയർ LY. ലെങ്ത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ, മൈക്രോമീറ്റർ, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആൻഡ് ലൈറ്റ് ഇയർ. ഇനി നമുക്ക് ഈ ലെങ്ത്തിൻ്റെ യൂണിറ്റുകളെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈക്രോമീറ്റർ ലെസ് ദാൻ മില്ലിമീറ്റർ, ലെസ് ദാൻ സെൻറ്റിമീറ്റർ, ലെസ് ദാൻ മീറ്റർ, ലെസ് ദാൻ കിലോമീറ്റർ, ലെസ് ദാൻ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ലെസ് ദാൻ ലൈറ്റ് ഇയർ. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ മൈക്രോമീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന μm ആണ് ലെങ്ത്തിൻ്റെ യൂണിറ്റുകളിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. അടുത്തതായി യൂണിറ്റ് കൺവേർഷൻസ് നോക്കാം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലിമീറ്റർ, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/1000 കിലോമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 0.001 കിലോമീറ്റർ, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 10 lakh മൈക്രോമീറ്റർ. ഇത്രയും പറഞ്ഞിരിക്കുന്നത് ലെങ്ത്തിൻ്റെ മറ്റ് യൂണിറ്റുകളിൽ നിന്നും എങ്ങനെ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്ററുകൾ ചേർന്നതാണ്. അതുപോലെ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററുകൾ ചേർന്നതാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 1000-ൽ ഒരു പാർട്ടാണ് കിലോമീറ്ററിൽ പറയുമ്പോൾ. 1/1000 എന്ന് ചെയ്യുമ്പോൾ 1000-ൽ 3 zeros ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 പൊസിഷൻസ് കഴിഞ്ഞതിന് ശേഷം പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ 0.001 കിലോമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 0.001 കിലോമീറ്റർ ആണ്. അതുപോലെ 1 മീറ്റർ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 10 lakh മൈക്രോമീറ്റർ ആണ്. സോ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 0.001 കിലോമീറ്റർ ആൻഡ് 10 lakh മൈക്രോമീറ്റർ. അതുപോലെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്കെയിലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിലാണ് ലെങ്ത്തിനെ മെഷർ ചെയ്തിരിക്കുന്നത്. അതിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഗ്യാപ്പ് എടുത്ത് നോക്കിയാൽ 10 ചെറിയ വരകൾ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഓരോ ചെറിയ വരയും ഉദ്ദേശിക്കുന്നത് മില്ലിമീറ്റർ അളവിനെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററുകൾ ചേർന്നതാണ്. അതുപോലെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അടുത്തതായി യൂണിറ്റ്സ് ഓഫ് ലെങ്ത്തിൽ ബിഗ്ഗസ്റ്റ് യൂണിറ്റുകളായിട്ട് പറഞ്ഞിരിക്കുന്ന ആസ്ട്രോണോമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയറും എന്താണെന്നറിയണം. ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു സൺ ഈസ് കോൾഡ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആൻഡ് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 150 മില്യൺ കിലോമീറ്റർ. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 150 മില്യൺ കിലോമീറ്റർ. ഭൂമിയും സൂര്യനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, ലൈറ്റ് ഇയർ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ LY. എ ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ എ ഇയർ ഇൻ വാക്വം. നമുക്കറിയാം സണ്ണിൽ നിന്നും വരുന്ന ലൈറ്റാണ് നമ്മുടെ എർത്തിൽ നമുക്ക് സൺലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു ലൈറ്റ് വാക്വത്തിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് ലൈറ്റ് ഇയർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, യൂണിറ്റ്സ് ഓഫ് മാസ്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മാസ്. മാസ് കൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് മാറ്റർ എന്നാണ്. SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ kg. മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം, അത് kg എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതർ യൂണിറ്റ്സ് ഓഫ് മാസ് ആർ മില്ലിഗ്രാം, mg, ഗ്രാം, g, ക്വിൻ്റൽ, ടൺ. മാസിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് മില്ലിഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ടൺ എന്നിവ. ഇനി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മാസ്. മാസിൻ്റെ യൂണിറ്റുകളുടെ ഇൻക്രീസിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ മില്ലിഗ്രാം ലെസ് ദാൻ ഗ്രാം, ലെസ് ദാൻ കിലോഗ്രാം, ലെസ് ദാൻ ക്വിൻ്റൽ, ലെസ് ദാൻ ടൺ. മാസിൻ്റെ യൂണിറ്റുകളിൽ ഏറ്റവും ചെറിയ അളവായിട്ട് മില്ലിഗ്രാം ആണ്, ഏറ്റവും വലിയ അളവായിട്ടുള്ളത് ടണ്ണിലുമാണ്. ഇനി യൂണിറ്റ് കൺവേർഷൻസ് നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 10 lakh മില്ലിഗ്രാം, 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം, 1 ക്വിൻ്റൽ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം,
1 ton ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം എന്നുള്ളതാണ്. 1000 ഗ്രാമുകൾ ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്. ഇനി നമ്മൾ മില്ലിഗ്രാമിനെ എടുത്ത് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മില്ലി എന്നുള്ള ടേമിൻ്റെ അർത്ഥം 1000 എന്നാണ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ മില്ലി 1000നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഗ്രാം എന്നുള്ളതും കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ മില്ലിഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് 1000 ഇൻറ്റു 1000 ആണ്. 1000 മൾട്ടിപ്ലൈഡ് ബൈ 1000 ആണ്. സോ 10 ലാക്ക് മില്ലിഗ്രാം. അതുപോലെ 100 കിലോഗ്രാമുകൾ ചേരുമ്പോൾ അതിനെ 1 ക്വിൻ്റൽ എന്ന് പറയുന്നു. 1000 കിലോഗ്രാമുകൾ ചേരുമ്പോൾ അതിനെ 1 ടൺ എന്നും പറയുന്നു. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് ടൈം. SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ S. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ യൂണിറ്റ് കൺവേർഷൻ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആൻഡ് 1 ഹവർ ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഒരു മണിക്കൂറിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 സെക്കൻഡ് ഇൻറ്റു 60 സെക്കൻഡ് 3600 സെക്കൻഡ് എന്ന് കിട്ടുന്നു. സോ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആൻഡ് 1 ഹവർ ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള മാസ്, ലെങ്ത്, ടൈം എന്നിവയുടെ യൂണിറ്റ്സ് ആണെങ്കിൽ ഇനി നമുക്ക് ചില ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സുകൾ നോക്കാം. ഫസ്റ്റ് വൺ, യൂണിറ്റ്സ് ഓഫ് വോളിയം. വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. വോളിയം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് എന്നാണ്. ആൻഡ് ദ വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് ലെങ്ത് വിത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. സോ വോളിയം ഈസ് ഈക്വൽ ടു LBH. SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്. വോളിയത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ബിക്കോസ് നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും യൂണിറ്റുകൾ മീറ്ററാണ്. അതുകൊണ്ട് തന്നെ വോളിയത്തിൻ്റെ SI യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ആണ് ചെയ്യുന്നത്. അതിനെ സിംപ്ലിയായിട്ട് നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നു. ആൻഡ് ദി അതർ യൂണിറ്റ്സ് ഓഫ് വോളിയം ആർ മില്ലി ലിറ്റർ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ ML, ലിറ്റർ സ്മോൾ ലെറ്റർ L, സെൻറ്റിമീറ്റർ ക്യൂബ്, CM ക്യൂബ്. വോളിയത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് മില്ലി ലിറ്റർ, ലിറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി യൂണിറ്റ് കൺവേർഷൻ നോക്കുകയാണെങ്കിൽ 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. സോ 1 മില്ലി ലിറ്റർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മൾ പറഞ്ഞു വോളിയത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ മീറ്റർ ക്യൂബിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ആൻഡ് 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മില്ലി ലിറ്റർ എന്നുള്ളതും സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ളതും സെയിം കോൺസെപ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. യൂണിറ്റ്സ് ഓഫ് ഡെൻസിറ്റി. ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി. ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് ഡെൻസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് എന്നുള്ള ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 എന്നുള്ള വാല്യൂ ആണ്. സോ യൂണിറ്റ് വോളിയം എന്നുള്ളത് 1 മീറ്റർ ക്യൂബ് സ്പേസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഡെൻസിറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ ഡിവൈഡിങ് മാസ് വിത്ത് വോളിയം. ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. D ഈസ് ഈക്വൽ ടു M/V. ആൻഡ് ദി SI യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയും ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി മാസിനെ വോളിയം കൊണ്ട് ഹരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാസിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിനെ വോളിയത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അടുത്തതായി ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 കാറ്റഗറിയാക്കി പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ്സുകളെയും 2 കാറ്റഗറി ആക്കിയിരിക്കുന്നു. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. SI യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുകളുണ്ട്. അവയുടെ യൂണിറ്റുകളെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ലെങ്ത് മീറ്റർ, ഫോർ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. മീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ M, കിലോഗ്രാം ബൈ kg,
സെക്കൻഡ് ബൈ എസ്, കെൽവിൻ ബൈ ക്യാപിറ്റൽ ലെറ്റർ കെ, ആംബിയർ ബൈ ക്യാപിറ്റൽ ലെറ്റർ എ, മോൾ ബൈ MOL, കാൻഡില ബൈ സ്മോൾ ലെറ്റർ CD. നെക്സ്റ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. SI യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദേ ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ആൻഡ് ദി എക്സാമ്പിൾസ് ആർ ഏരിയ ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് മീറ്റർ സ്ക്വയർ, ഫോർ വോളിയം മീറ്റർ ക്യൂബ്, ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഫോഴ്സ് ന്യൂട്ടൺ. ഇതിൽ ഏരിയ, വോളിയം, ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ N. ഇനി നമുക്ക് റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ്സുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നതിൽ കിലോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന kgയും മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ M ആണ്. നെക്സ്റ്റ് വൺ, ഡോണ്ട് യൂസ് പ്ലൂറൽ ഫോംസ് ഫോർ സിമ്പിൾസ്. പ്ലൂറൽ ഫോംസ് നമ്മൾ യൂണിറ്റ്സുകൾ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, 1.5 kg എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ളത്. 1.5 kgs എന്ന് പ്ലൂറൽ ഫോം ആക്കുമ്പോൾ അത് റോങ് ആവുന്നു. തേർഡ് വൺ, സ്പേസ് ഷുഡ് ബി ഗിവൺ ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ്സ്. മാഗ്നിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം മാത്രം യൂണിറ്റ്സുകൾ എഴുതുക. ഫോർ എക്സാമ്പിൾ, 250 എന്നിട്ടൊരു സ്പേസ് കൊടുത്തിട്ടാണ് മീറ്ററിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ M എഴുതിയിരിക്കുന്നത്. ഫോർത്ത് റൂൾ, ഡോണ്ട് യൂസ് മോർ ദാൻ 1 സ്ലാഷ് ഇൻ 1 ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ എഴുതുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്ലാഷുകൾ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുമ്പോൾ റോങ് ആയി മാറുന്നു. നെക്സ്റ്റ് വൺ, ഡോണ്ട് യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, 10.5 കിലോഗ്രാം എന്ന് എഴുതുന്നതിന് പകരം 10 kg ആൻഡ് 500 ഗ്രാം എന്ന് എഴുതുമ്പോൾ kgയും ഗ്രാമും 2 യൂണിറ്റുകൾ ഒന്നിച്ചെഴുതുന്നത് തെറ്റാവുന്നു. 10.5 kg എന്ന് സിംഗിൾ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോഴാണ് അത് റൈറ്റ് ആവുന്നത്. സിക്സ്ത് വൺ, ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. നമ്മളൊരു യൂണിറ്റ് എഴുതുമ്പോൾ സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ എല്ലാ യൂണിറ്റുകളും സിമ്പിൾ ഉപയോഗിച്ച് മാത്രം എഴുതുക. സിമ്പിളുകളും യൂണിറ്റിൻ്റെ നെയിം മുഴുവനായിട്ട് എഴുതുന്നതും ഒന്നിച്ച് ഉപയോഗിക്കാതിരിക്കുക. സെവൻത്ത് വൺ, യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് സിമ്പിൾ. ഇനി നമ്മൾ യൂണിറ്റ് എഴുതുന്നത് സിമ്പിളിന് പകരം യൂണിറ്റിൻ്റെ നെയിം കംപ്ലീറ്റ് എഴുതുകയാണെങ്കിൽ അത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്തുകൊണ്ട് മാത്രം എഴുതാൻ ശ്രമിക്കുക. എയ്ത്ത് റൂൾ, ദ സിമ്പിൾസ് ഓഫ് ദ യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏതെങ്കിലും ഇൻഡിവിജ്വൽസിൻ്റെ നെയിംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള യൂണിറ്റുകളാണെങ്കിൽ അവയുടെ സിമ്പിളുകൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റ് മാത്രം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 1N. ഇവിടെ N എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ നെയിമിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റിനെയാണ്. സോ അതൊരു ഇൻഡിവിജ്വലിൻ്റെ നെയിം ആയതുകൊണ്ട് തന്നെ ന്യൂട്ടൺ എന്നുള്ളതിനെ സിമ്പിളാക്കി എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ N ഉപയോഗിച്ചിരിക്കണം. നയൻത്ത് റൂൾ, എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. അതായത് 2 യൂണിറ്റുകളുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഒരു യൂണിറ്റ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ യൂണിറ്റുകൾക്കിടയിൽ ഫുൾ സ്റ്റോപ്പോ സ്പേസോ കൊടുത്തിരിക്കണം. അതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ എന്നുള്ള യൂണിറ്റ് എഴുതുമ്പോൾ ന്യൂട്ടണും മീറ്ററിനെയും സിമ്പിളുകൾക്ക് ഇടയിൽ ഡോട്ടോ സ്പേസോ കൊടുത്തിരിക്കേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് റൂൾ, നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ. ദേ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു യൂണിറ്റിൻ്റെ സിമ്പിൾ എഴുതിയ ശേഷം ഫുൾ സ്റ്റോപ്പോ കോമയോ യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ യൂണിറ്റ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, 60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓർ ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഈസ് 60 സെൻറ്റിമീറ്റർ. ആ സെൻറ്റൻസിൻ്റെ അവസാനത്ത് സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ഉപയോഗിച്ചതുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 2 കേസിലും അത് റൈറ്റ് ആണ്. ഇനി ഈ എക്സാമ്പിളിൻ്റെ റോങ് സൈഡ് നോക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ
60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് എന്നുള്ള സെൻറ്റൻസിൽ സെൻറ്റിമീറ്റർ ശേഷം ഒരു ഡോട്ട് ഉപയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് തെറ്റാണ്. സെക്കൻഡ് കേസ്, ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഈസ് 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് ആ സെൻറ്റൻസിൻ്റെ അവസാന ഘട്ടത്തിലാണ് സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് ഉപയോഗിച്ചത്, എന്നിട്ടും ഡോട്ട് ഇടാഞ്ഞത് കൊണ്ട് ആ സെൻറ്റൻസ് തെറ്റാണ്. ഇനി ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് മെഷറിങ്ങിൻ്റെ ഇൻസ്ട്രുമെൻസുകൾ? ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്കെയിൽ ആൻഡ് ടേപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ലെങ്ത്. നമ്മൾ നീളം അളക്കാൻ വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻസുകളാണ് സ്കെയിലും ടേപ്പും. അതുപോലെ തന്നെ ഫോർ വോളിയം മെഷറിംഗ് ജാർ ഈസ് യൂസ്ഡ്. വോളിയം അളക്കാൻ വേണ്ടി മെഷറിംഗ് ജാർസുകൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോർ ടൈം സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ്. ടൈം മെഷർ ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നു. ആൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. നമുക്കൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 1 മില്ലിമീറ്റർ ഓർ 0.1 സെൻറ്റിമീറ്റർ. അതായത് നമ്മുടെ കോമൺ സ്കെയിലിൽ ഏറ്റവും ചെറുതായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന അളവുകൾ മില്ലിമീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമൺ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. നെക്സ്റ്റ്, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ജാർ ഈസ് 1 മില്ലി ലിറ്റർ. അതുപോലെ മെഷറിംഗ് ജാറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലി ലിറ്റർ ആണ്. ഇവിടെ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്കെയില്, ടേപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത്, ആൻഡ് സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ടൈം. അവിടെ ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നതായിട്ടാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മെഷറിംഗ് ജാർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോണ് കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്റ്റോണിൻ്റെ വോളിയം മെഷർ ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.